കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചു. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. തിങ്കൾ മുകളിലെത്തിയപ്പോൾ തന്നെ പാർത്തിയും ചാടിക്കയറി അങ്ങോട്ട് എത്തിയിരുന്നു. നിനക്കിത് എന്തിന്റെ കേടാടി? പിന്നോട്ട് വലിച്ച അവളെ അവൻ തിരിച്ചെടുത്തുമ്പോൾ അവന്റെ കൈപ്പിടിയിൽ നിന്ന് കുതറി തിങ്കൾ. എനിക്ക് എവിടെ ഇരിക്കണം? പറയിലും നിലത്തേക്കിരിക്കലും കഴിഞ്ഞു പെണ്ണ് പതിയെ നിരങ്ങി കാൽ കണ്ട് താഴേക്കിട്ട് ആ ഇരിപ്പങ്ങ് സുഖമാക്കുമ്പോൾ പാർത്തിയും പെട്ടെന്ന് അവൾക്ക് അടുത്തേക്ക് ഇരുന്നിരുന്നു. വേറെ എവിടെയും നിനക്ക് ഇരിക്കാൻ സ്ഥലമില്ലല്ലേ? ഇവിടെ തന്നെ വന്നിരിക്കണം. പിന്നിലേക്ക് വലിച്ച് അവളെ കുറച്ചുകൂടെ കയറ്റിരുത്തി അവനത് പറയുന്നേരം പെണ്ണ് തലയരിച്ച് അവനെ ഒന്ന് നോക്കി. ഇരിക്കണം. ആ പറച്ചിലിനൊപ്പം പിന്നെ അവൾ ചിരിച്ചു. ഒരുപാട് ചിരിച്ചു. പെണ്ണിന്റെ ചിരിയൊലികൾ അവിടെ ഉയർന്നു കേട്ടു. എന്താണ്? ആ ചിരിയിലേക്ക് തന്നെ കണ്ണിമട്ടാ നോക്കിയിരുന്നവൻ ചുണ്ടിൽ വിരലിനാൽ താളമിട്ട് ആ കട്ടിപ്പുരുകം പൊക്കി ചോദിക്കുന്നേരം തിങ്കളവന്റെ തോളിലേക്ക് ചാഞ്ഞതും പെട്ടെന്നാണ്. പുറത്തുള്ള തണുപ്പ് ഒന്നുമല്ല, ഇവളിങ്ങ് ചാഞ്ഞപ്പോൾ ഉള്ളം കുളിർന്ന തണുപ്പിലാണ് പാർത്തി വിറച്ചു പോയത്. അപ്പോഴേക്കും ചിരിച്ചിരിച്ച് ശ്വാസം മുട്ടിയവൾ ചുമച്ചുപോയി. എന്തുപറ്റി? പാർത്തി പെണ്ണിന്റെ കവളിൽ തട്ടിയത് വീണ്ടും ചുമച്ചവൾ. ചെക്കൻ ചുറ്റും നോക്കി. പാതി കുടിച്ചിരുന്ന മിനറൽ വാട്ടറിന്റെ കുപ്പി അവിടെ ഇരിക്കുന്നുണ്ട്. അതവൻ തന്നെ ഇന്ന് രാവിലെ കൊണ്ടുവച്ചതാണ്. ചാന്ദിനിയോട് സംസാരിച്ചിങ്ങ് വന്നപ്പോൾ കയ്യിൽ കുപ്പിയുണ്ടായിരുന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ കുപ്പി അവിടെ തന്നെ വെച്ചുപോയതാണ് അവൻ. ഇനിയിപ്പോൾ ഇവളിവിടെ ഒറ്റയ്ക്കിട്ട് റൂമിൽ പോയി വെള്ളം എടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അത് കൈയെത്തിച്ചെടുത്തു പാർത്തി. ഇത് കുടിക്ക്. പാർത്തിയുടെ കയ്യിൽ നിന്ന് കുപ്പി വാങ്ങിയവൾ അടപ്പ് തുറന്നു കൊടുത്തത് അവൻ തന്നെയാണ്. ഒരു കവിൾ കുടിച്ച് ചുമ മാറ്റി പെണ്ണ് രണ്ടാമത്തെ കവിൾ കുടിച്ചു വെക്കുന്ന നേരമാണ് പിന്നെയും ചിരി വന്ന് വായുള്ള വെള്ളം നീട്ടിയവൾ തുപ്പിപ്പോയതും നേരെ ചെന്ന് പാർത്തിയുടെ മുഖം നനച്ച് ഒഴുകിക്കഴിഞ്ഞു. ഇറുക്കി അടച്ച കണ്ണി രണ്ടവൻ തുറക്കുമ്പോൾ വന്ന ദേഷ്യത്തിന് ചെക്കന്റെ മുഷ്ടിയൊന്ന് ചുരുട്ടി പിടിച്ചു. എന്നാൽ തൊട്ടുമുമ്പിൽ കാണുന്നവളുടെ പാവം പിടിച്ച മുഖം, കളങ്കമേതുമില്ലാത്ത വരച്ചു വെക്കും പോലെയുള്ള ആ പുഞ്ചിരി, മുറുകിയ അവന്റെ ഞരമ്പുകളൊക്കെ അവൻ പോലും അറിയാതെ അയഞ്ഞുപോയി. സ്വയം അവന് തന്നെ ഒരു അത്ഭുതം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അടുത്തിരിക്കുന്ന ആരാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ അവന്റെ ദേഷ്യത്തിനൊരു അടിപൊട്ടി അവിടെ വീണിടുന്നതിനെ. പക്ഷേ ഇതിപ്പോ പാർത്തിയുടെ ചുണ്ടുകൾ മനോഹരമായി ഒന്ന് വിടർന്നു. അന്നേരം തന്നെയാണ് തിങ്കളുടെ കൈ അവന് നേരെ ഉയർന്നു വന്നത്. വെള്ളം തുടച്ചു കളയാനുള്ള വരവാണ്. പക്ഷെ അവന്റെ മുഖത്ത് ആ വിരലുകൾ തൊടും മുന്നേ ആളുടെ കയ്യിൽ പാർത്തി പിടിച്ചു കഴിഞ്ഞു. എന്താണ് നിനക്ക്? ആ കയ്യിലെ പിടിവിടാതെ ആൾ ഒന്നുകൂടെ അടുത്തേക്ക് വലിച്ചടക്കി പിടിച്ചവന്റെ ചോദ്യം. ആ ശ്വാസത്തിന് പോലും വ്യത്യാസം. രണ്ടുപേരുടെയും മുഖം അത്രയും അടുത്താണിപ്പോൾ. വളഞ്ഞ പുരികക്കൊടികളും കടുങ്കാപ്പി കണ്ണുകളും നീണ്ട നാസികയും അതിൻ്റെതായ സ്വൽപ്പം വിടുന്ന ചെഞ്ചുണ്ടുകളും. കണ്ണിമേട്ടാതെ പെണ്ണിനെ നോക്കിയിരിക്കുമ്പോൾ ഇടനെഞ്ചു തുടിക്കുന്ന ശബ്ദം അവൻ സ്വന്തം ചെവിയിൽ തന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ നിമിഷ നേരം കൊണ്ട് അവന്റെ നെറ്റി ചുളിഞ്ഞു. കാരണം വേറൊന്നുമില്ല, അടുത്തിരിക്കുന്നവരുടെ കണ്ണുകൾ കലങ്ങി തുടങ്ങുന്നു. ചുണ്ടുകൾ വിതുമ്പലുകൾ അടക്കി പിടിക്കാനാവാതെ വിറകൊള്ളുന്നു. കവിളും മൂക്കും ചുവന്നു കയറുന്ന നേരം പാർത്തിയുടെ ഉള്ളം വിങ്ങിയത് നിമിഷങ്ങൾ കൊണ്ടാണ്. എന്താടി? മുന്നേ ചോദിച്ച പോലെയല്ല ഇപ്പോൾ അവൻ ചോദിച്ചത്. കയ്യിലെ പിടിവിട്ട് ആളുടെ കവളിനെ അറിയാതെ പൊതിഞ്ഞു പിടിച്ച് വെപ്രാളപ്പെട്ട് ചോദിച്ചു പോയി അവൻ. തിങ്കളുടെ കൈ അവന്റെ കൈയുടെ മേൽ പതിഞ്ഞു. പതിയെ ആ കൈ അടർത്തി മാറ്റിയവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചു. ഞാനൊരു വീട്ടിയാണ് പാർത്ഥിവ്. എൻ്റെ ജീവിതത്തിലെ 7 വർഷങ്ങൾ സ്വന്തം എന്ന് കരുതിയവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി കളഞ്ഞ വിട്ടി. ആരുടെയൊക്കെയോ സ്വാർത്ഥതയ്ക്ക് പാത്രമായി പലരുടെയും കണ്ണിൽ മോശപ്പെട്ടവളായി തീർന്ന പമ്പര വിട്ടി. ചുണ്ടൊന്ന് കടിച്ചു പിടിച്ച് അവൾ പറഞ്ഞു തുടങ്ങുമ്പോൾ കണ്ണുകൾ കറങ്ങി നിറഞ്ഞൊഴിയ കണ്ണീർ അവളുടെ കവിളിലൂടെ കഴുത്തിലേക്ക് അരിച്ചിറങ്ങി. താര, എൻ്റെ അനിയത്തി, എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നെന്നറിയാവളെ. അവളുടെ കണ്ണുനിറയുന്ന കണ്ടു നിൽക്കാൻ എനിക്ക് സഹിക്കില്ലായിരുന്നു. എന്തോ അവൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ ഞാൻ. അതുപോലെ എൻ്റെ ജീവിതത്തിലെ 7 വർഷങ്ങളും അവൾക്ക് കൊടുക്കാൻ ഞാൻ മടി കാണിച്ചില്ല. പക്ഷെ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും എന്തിനു വേണ്ടിയാണ് അവൾ ഇത്രയും സ്വാർത്ഥയായി മാറിയത്? എന്നോട് അവൾക്കൊരു മൺതിരിയോളം പോലും സ്നേഹം ഉണ്ടായിരുന്നില്ലേ? അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തൊണ്ടക്കുഴിയിൽ നിന്ന് പൊട്ടി പുറത്തേക്ക് വന്ന കരച്ചിൽ തടഞ്ഞു നിർത്താൻ അവൾ കഴിഞ്ഞില്ല. മെയ്യും മനസ്സും നിറഞ്ഞ ലഹരിയിൽ എവിടെയെന്നോ അവൾ കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെ അവന്റെ മുമ്പിൽ തുറക്കുകയാണ്. പാർത്തി ആകെ പെണ്ണിന്റെ കരച്ചിലും പറച്ചിലുമായി ഞെട്ടിത്തരിച്ചിരിപ്പുണ്ട്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നറിയാതെ പെണ്ണിന്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് അവനവിടെ വെറുതെ തട്ടിക്കൊടുക്കുകയാണ്. ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മൊടുത്ത് ആശ്വസിപ്പിക്കാൻ ആഗ്രഹമില്ല, അതല്ല. പക്ഷെ തനിക്കൊരു ഇഷ്ടമുണ്ടെന്ന് വെച്ച് അങ്ങനെയൊക്കെ അവളുടെ അടുത്ത് അത് ഈ ബോധമില്ലാത്ത സമയത്ത് കാണിക്കാൻ പറ്റുമോ? കരയില്ലേ നീ ഇങ്ങനെ, പ്ലീസ്. എന്നാൽ അവളെ മൊത്തത്തിൽ ഒന്ന് നെഞ്ചിലേക്ക് ചേർത്തവൻ പിടിക്കുമ്പോൾ തിങ്കളിന്റെ ഏങ്ങലടി കുറഞ്ഞിട്ടുണ്ട്. നനഞ്ഞൊലിച്ച കണ്ണുകൾ ഉയർത്തി അവൾ അവനെ ഒന്ന് നോക്കി. ഇതുവരെ ആ കടുങ്കാപ്പി മിഴികളിൽ ഒളിപ്പിച്ചു വെച്ച 1000 നൊമ്പരങ്ങൾ അവൻ കണ്ടു. പറഞ്ഞു, എന്തു വേണമെങ്കിലും എനിക്കറിയണം, നിന്നെ കുറിച്ചെല്ലാം. പതിയെ അവന്റെ പിടിയിൽ നിന്ന് ഒതുങ്ങിയിരുന്നവൾ കണ്ണു തുടച്ചൊന്ന് ചിരിച്ചു. ആ ചിരിക്കൊപ്പം തന്നെ തിങ്കൾ ഒരുപാട് കാര്യങ്ങൾ അവനോട് പറഞ്ഞു. താരയെക്കുറിച്ച്, അവളുടെ അമ്മയെക്കുറിച്ച്, അച്ഛനെക്കുറിച്ച്, അച്ഛമ്മയെക്കുറിച്ച്, പിന്നെ ശ്രീത്തിനെ കുറിച്ച്, അവസാനം അന്നത്തെ ആ രാത്രിയെക്കുറിച്ച്.
താരയൊന്ന് അലമുറയിട്ട് കരഞ്ഞത്. ഒന്നും പുറത്തു പറയില്ലേ ചേച്ചി, എൻ്റെ ജീവിതം നശിപ്പിക്കില്ലേ എന്ന് പറഞ്ഞ അവിടെ കാൽ പിടിച്ച് കേണത്. അങ്ങനെ അമ്മയുടെ കാമുകിനെ ദേഷ്യത്തിൽ വെട്ടിക്കൊന്ന ഒരു കൊലപാതകി മാത്രമായി അവൾ മാറി. എല്ലാം തിങ്കളെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ ഇതിൽ കുറച്ചൊക്കെ അവൻ്റെ ചിന്തകളിൽ തോന്നിയ കാര്യങ്ങളാണെങ്കിലും ആളുടെ ജീവിതം അവളിൽ നിന്ന് തന്നെ കേട്ട പകപ്പിൽ കുറച്ചു നേരം തരിച്ചിരുന്നു പോയി പാർത്തി. അന്ന് താരൊന്നും പറഞ്ഞേക്കില്ല എന്ന് ആദ്യം പറയുന്ന നേരം അവളെ തുറിച്ചു നോക്കിയാണ് തിങ്കൾ ചെയ്ത്. പക്ഷെ അവളോട് വാദിക്കാനും അവളുടെ ചിന്തകളെ തിരുത്താനുമുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ അപ്പോൾ. പിന്നെ ചിന്തിച്ചപ്പോൾ നമ്മുടെ നാടാണ്. ആദ്യം സഹതാപം കാണിച്ചാലും അവരുടെ ചിന്തകൾ മാറിമറിയാൻ സമയമൊന്നുമില്ല. തിങ്കളിന്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ? പുതിയതെന്തെങ്കിലും കേട്ടാൽ അതിൽ രസം പിടിച്ച് കയറാനാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം. ഒന്നും അവൾക്ക് പറ്റിയില്ലെങ്കിലും എല്ലാവരും കൂടെ പറഞ്ഞുണ്ടാക്കുന്ന വേറെയാവും. ചെറിയ പെൺകുട്ടിയായിരുന്നില്ല അവൾ അന്ന്. ആളുടെ പേര് എവിടെയും കൊണ്ടുവരേണ്ടെന്ന് തിങ്കൾ കൂടെ തീരുമാനിക്കുമ്പോൾ ആളുടെ അവസാനിക്കായിരുന്നു ആ തിങ്കൾ. അമ്മ, എൻ്റെ അമ്മയുടെ സ്റ്റാൻഡ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല പാർത്ഥിവ്. ചിലപ്പോൾ ഞാൻ ചിന്തിച്ച പോലെ തന്നെ ആയിരിക്കും താരയുടെ കാര്യത്തിൽ അവരും ചിന്തിച്ച്. അല്ലെങ്കിൽ പാതിരാത്രി വീട്ടിൽ വിളിച്ചു വരുത്തിയ കാമുകൻ തൻ്റെ പെൺമക്കളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന് പുറലോകം അറിഞ്ഞാൽ അതിൻ്റെ പഴി കൂടെ അവർ കേൾക്കേണ്ടി വരില്ലേ? ചിലപ്പോൾ എൻ്റെ അച്ഛന്മാരെ കൊന്നെന്നുകൂടി വരാം. തിങ്കളത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ചു നേരം മൗനമായിരുന്നു. ആൾ മയങ്ങിപ്പോയെന്ന് കരുതി ആൾ നോക്കുമ്പോൾ നിറഞ്ഞു വരുന്ന മിഴികൾ തിങ്കൾ പിന്നെയും പിന്നെയും അമർത്തി തുടക്കുകയാണ്. പാർത്തിയുടെ ഉള്ളു നോവുന്നുണ്ട് ആ കാഴ്ചയിൽ. അതിനൊപ്പം ആരുള്ളിൽ പലരോടുമുള്ള രോഷവും നിറഞ്ഞു പൊന്തുന്നുണ്ട്. അയാൾ വേണ്ട അമ്മയ്ക്ക്, അത്രയ്ക്ക് വൃത്തിയിട്ടവന്. വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് താനും അച്ഛമ്മയടക്കം മറ്റു പലരും അമ്മയോട് പറഞ്ഞിട്ടും എന്തിനാ അവരയാളെ കണ്ണടച്ച് വിശ്വസിച്ചെന്ന് ഇപ്പോഴും തിങ്കളും മനസ്സിലായിട്ടില്ല. അന്ധമായി പ്രണയിക്കുന്ന മനസ്സ് സ്വയം ചിന്തിക്കാനുള്ള ബുദ്ധി കൂടെ നഷ്ടപ്പെടുത്തുമായിരിക്കും. സ്ത്രീത്വമായ ഇഷ്ടത്തിലായിരിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾക്കല്ലേ താനും ഏറ്റവും കൂടുതൽ വില കൊടുത്തിട്ടുള്ളത്. തന്നെ ആ പ്രണയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ചുണ്ടെന്ന് കോടി തിങ്കളിൻ്റെ. 7 വർഷം ശിക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ഞാനും സ്നേഹിച്ചവൻ എൻ്റെ അനിയത്തിയും എനിക്ക് വേണ്ടി ഇവിടെ ഉണ്ടാകുമെന്ന് കരുതിയ മണ്ടിയാണ് ഞാൻ. ആരെയും അകമഴിഞ്ഞ് വിശ്വസിക്കരുത്. എല്ലാവരും സ്വാർത്ഥരാ. സ്വന്തം സന്തോഷം, സ്വന്തം സുഖം, സ്വന്തം സമാധാനം, അതിനുവേണ്ടി മാത്രം മനുഷ്യർ ജീവിക്കേണ്ടത്. അതൊക്കെ വിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ പോയ മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതും പറഞ്ഞ പെണ്ണ് പിന്നെയും പൊട്ടിച്ചിരിച്ചു. പാർത്തിയുടെ കൈത്തണ്ടയിലൂടെ കൈയിട്ട് പിടിച്ച് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. എന്നാലും എനിക്ക് ഒരു കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജയിലിൽ പോയതുകൊണ്ടല്ലേ ആ ശ്രീധൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോയത്. അല്ലെങ്കിൽ അവനെ വിവാഹം കഴിച്ചേനല്ലേ. അങ്ങനെ കഴിച്ചാൽ ഞാനിവിടുന്ന് എടുത്തിയാടി ചാവേണ്ടി വന്നേനെ. ചിരിയോടെ തന്നെ പറഞ്ഞ അവൾ അവസാനിപ്പിക്കുമ്പോൾ അന്നേരം പാർത്തിയുടെ ചുണ്ടുകളും വിടർന്നു. ഇതെല്ലാം എന്തിനാ ഇങ്ങനെയൊക്കെ നടന്നതെന്ന് അറിയോ നിനക്ക്? അതിനൊപ്പം അവളുടെ മുഖം തോളിൽ നിന്ന് അവർ നേരെ ഉയർത്തി പാർത്തി. അടഞ്ഞുപോയ മിഴികൾ കഷ്ടപ്പെട്ട് തുറന്ന് തിങ്കളവനെ പുരിയം ചൊളിച്ച് നോക്കി. എനിക്ക് വേണ്ടിയാ, എന്നിലേക്ക് നീ വരാൻ വേണ്ടി മാത്രം. പാർത്തിയുടെ നോട്ടം തിങ്കളുടെ മുഖത്തേക്ക് പതിച്ചു. പ്രണയം നിറഞ്ഞു നിൽക്കുന്നവന്റെ കണ്ണിലേക്ക് പെണ്ണ് സൂക്ഷിച്ച് നോക്കി. അതിന് നീ ഏതാ? ചുണ്ടൊന്ന് ചുളുക്കി അവൾ ചോദിച്ചു. നിർത്തിയില്ല. എടീ! ദേഷ്യത്തിൽ അവിടെ ഉയർന്നു കഴിഞ്ഞു പാർത്തിയുടെ അലർച്ച. ഇത്ര ശബ്ദമൊന്നും എനിക്ക് ഇഷ്ടമില്ല. നിന്നെ എനിക്ക് ഇഷ്ടമല്ല. മറ്റൊരു മൂക്കത്തെ ചുണ്ടി. ചൂണ്ടുവിരൽ അവരുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചിരുത്തിയാണ് അവൾ പറഞ്ഞത്. കൂടെ ചെക്കൻ്റെ മൂക്കിൽ പിടിച്ചൊരു വലിയും കൊടുത്തു തിങ്കൾ. പാർത്തിക്ക് അങ്ങോട്ട് തരിച്ച് കയറുന്നുണ്ട്. പക്ഷെ പെണ്ണിന്റെ മുഖത്ത് തെളിയുന്ന പുതിയ ഓരോ ഭാവങ്ങളിൽ കുടുങ്ങിപ്പോയി അവൻ. അതാണ് വായും തുറന്ന് മൂക്കുന്നിടവി പൂച്ചയെ പോലെ അവൾക്ക് മുമ്പിൽ പതുങ്ങിയിരിക്കുന്നത്. പിന്നെ നിനക്ക് ആരെയാണ് ഇഷ്ടം? എന്നിരുന്നാലും ഉള്ളിൽ തിളച്ചു മറിയുന്ന കോപം അങ്ങനെ അങ്ങ് അടക്കാൻ കഴിയാതെ ചോദിക്കുന്നുണ്ട് അവൻ. എനിക്ക് ആരെയും ഇഷ്ടമല്ല, എന്നെയും ആർക്കും ഇഷ്ടമല്ല. പറയുമ്പോൾ തിങ്കളിന്റെ ശബ്ദം ഒന്ന് പതുങ്ങി. ഇല്ല, നിന്റെ അമ്മയെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. അടുത്ത നിമിഷം തന്നെ പെട്ടെന്ന് തലയുയർത്തിയുള്ളത് പറയുമ്പോൾ പാർത്തിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. അമ്മ അങ്ങനെ മയക്കെടുത്ത് വെച്ചിരിക്കല്ലേ ഇവളെ. നിന്റെ അമ്മ എന്തിനാണ് എന്നോട് ഇത്രയും അടുപ്പം സ്നേഹം കാണിക്കുന്നത്? തലയിരിച്ചാൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടം. അഴിഞ്ഞുപോയ മുടികളെല്ലാം ആളുടെ മുഖത്തേക്ക് വന്ന് വീണു. സിൽക്ക് പോലെയുള്ള ആ മുടിയിലേക്ക് പാർത്തി നോക്കുമ്പോൾ തന്നെ ആൾ പുറകിലേക്ക് അത് ഒതുക്കി വിട്ടു. പറയേ. ആ, എനിക്കറിഞ്ഞൂടാ, നീ അമ്മയോട് തന്നെ പോയി ചോദിക്കത്. പാർത്തി ചൊടിയോടെ പറഞ്ഞ് മുഖം വെട്ടിക്കുമ്പോൾ തിങ്കൾ അതിനൊന്നും ചിരിച്ചു. അതിന് ഞാനിനി അങ്ങോട്ട് വരുന്നില്ലല്ലോ. എനിക്കിവിടെ അത്രയ്ക്ക് ഇഷ്ടമായി. എനിക്കിവിടെ നിന്നാൽ മതി. ഇനി എവിടെയോ നഷ്ടപ്പെട്ടു പോയ പലതും എനിക്ക് ഇവിടെ നിന്ന് തിരിച്ചിട്ടിയ പോലെ. അതുകൊണ്ട് ഇവിടെ നിന്നൊരു മടക്കം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൈ രണ്ടും വീഴ്ത്തി പിടിച്ച് മുന്നിൽ നീണ്ടിടക്കുന്ന കണ്ണത്താ ദൂരത്തോളമുള്ള കാശി നഗരത്തെ നോക്കി അവൾ പറഞ്ഞു നിർത്തുമ്പോൾ ഇടിവെട്ടേറ്റ പോലെ അവളുടെ അടുത്തിരിപ്പുണ്ട് പാർത്തി. പൊന്നുമോളെ, ഇങ്ങനെ വേണ്ടാത്തവരെ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ബോധമില്ലെന്ന് നോക്കില്ല, ചുരുട്ടിക്കൂടി താഴെ കറി ഞാൻ. അടുത്ത നിമിഷം നിവർത്തി പിടിച്ച പെണ്ണിന്റെ കൈ രണ്ടും മടക്കി ഒതുക്കി കൂട്ടി അവൻ പറഞ്ഞു നിർത്തുമ്പോൾ വലിഞ്ഞു മുറുകിയിരുന്നു പാർട്ടിയുടെ മുഖം. അല്ലേ, പെണ്ണ് പറഞ്ഞ് കേൾക്കണേ, കാശിയിൽ ജീവിക്കാൻ പോവാത്രേ. അപ്പൊ ഞാനും എൻ്റെ അമ്മയും എന്ത് ചെയ്യും? ഇവിടെ കൂടെ ഒന്ന് സന്യസിക്കണോ? അയ്യടി, എന്റെ പട്ടി സന്യസിക്കും. ആളൊരു കാശി.
എത്രയും പെട്ടെന്ന് നിങ്ങളെയും കൊണ്ട് ഇവിടുന്ന് പോകണം. നാട്ടിലെത്തി കഴിഞ്ഞാൽ പെണ്ണിൻ്റെ ഈ ചിന്തയൊക്കെ അങ്ങ് മാറിക്കോളും. മാറ്റും ഞാൻ. അല്ലെങ്കിലും ബോധമില്ലാതല്ലേ ഇവളിങ്ങനെയൊക്കെ വിളിച്ചു പോകുന്നത്. മനുഷ്യൻ്റെ ഉള്ളിൽ കയറിയെന്ന് കുതിപ്പിച്ചിട്ട് അവൾക്ക് പോണമെന്ന്. നിന്നെ ഞാനിനി വിടാണ്ടി. ഈ പാർട്ടിയുടെ തനി സ്വഭാവം ഞാൻ കാണിച്ചു തരാം. വിടാൻ അവൻ പിടിച്ചിരുന്ന് കൈ വിടുവിക്കാൻ നോക്കിയാണ് പെണ്ണ്. ഇരുന്നിടത്ത് തന്നെ ഇരുന്നാൾ കുതിർന്ന് കണ്ട് പാർട്ടി അവളുടെ പിടിവിട്ടു. വേറൊന്നുമില്ല, അല്ലെങ്കിൽ രണ്ടും കൂടെ താഴെ കിടക്കും. ഡോണ്ട് ടച്ച് മീ, ഓക്കെ? ചൂണ്ടുവരിൽ അവന് നേരെ ഉയർത്തി പറഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു കഴിയിലും നേരെ പിന്നോട്ടാഞ്ഞവിടെ മലന്നങ്ങ് കിടന്നിട്ടും പിന്നെ എന്തൊക്കെയോ അവളുടെ ചുണ്ടുകൾ പുലമ്പുന്നുണ്ട്. പാർത്തി ചെവി കൊണ്ട് അവളുടെ ചുണ്ടിനോരം വെച്ചു. വേണ്ട, ആരും വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്കറിയാം. ആരുമില്ലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കും ഞാൻ. ആൾക്കടുത്തുനിന്ന് എഴുന്നേറ്റിരുന്നു. കൂട്ടത്തിൽ അവളെയും പിടിച്ചു പൊക്കി എഴുന്നേൽപ്പിക്കുമ്പോൾ തിങ്കളവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വീണു. അങ്ങനെ നിന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല മോളെ ഞാൻ. ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഇനി ഊണില്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ. ആളുടെ കവളിൽ പിടിച്ചുയർത്തി അവൻ ഭീഷണിയുടെ സ്വരത്തിൽ പറയുമ്പോൾ പെണ്ണിന്റെ കണ്ണ് രണ്ടും പൂർണ്ണമായി അടഞ്ഞിട്ടുണ്ട്. എന്നാലും കുടിച്ച സാധനത്തിന്റെ കിക്കിലൊരു മൂളലും കുറുകലും ഇപ്പോഴും അവളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്റെയാ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പെട്ടെന്നൊന്നും നീ അടുക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷെ അടുത്തല്ലേ പറ്റൂ. പ്രേമം മൂത്തുപോയില്ല എനിക്ക്. ബോധമില്ലാത്തവളെ നോക്കി വെറുതെ പറയുന്നല്ല അവനിത്. ഈ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നുപോയതാ. നിന്നെ കൂടെ ഇട്ടിപ്പം ഞാൻ പോവാട്ടോ. പറച്ചിലും പെണ്ണിന്റെ കവളിൽ പിടിച്ചൊരു വലിയും കൊടുത്തവൻ. മുഖം ചുളിക്കുന്നുണ്ട് തിങ്കൾ. പാർത്തി ഒന്ന് വിശ്വസിച്ച് അവിടുന്ന് എഴുന്നേറ്റു. പതിയെ അവളെയും കയ്യിലെടുത്തവൻ അവിടുന്ന് ഇറങ്ങി റൂമിലേക്ക് നടന്നു. അവളെയും കൊണ്ട് പാർത്തി മുറിയിലെത്തുമ്പോൾ അപ്പുറത്തെ ബെഡിൽ കൊണ്ട് കിടത്തിയ മിതു ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. തിങ്കളായിരുന്നു സംസാരിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് അവന്റെ പൊട്ടിച്ചിരിയും കൂവി വിളിക്കലൊക്കെ പാർത്തി കേട്ടിരുന്നു. കുറച്ചു നേരമായിട്ടേ ഉള്ളത് നിന്നിട്ട് ഇപ്പതേ ഇവളെ പോലെ തന്നെ ഫ്യൂസ് പോയി ഉറക്കമായിട്ടുണ്ട് അവനും. പാർത്തി ചെന്ന് തിങ്കളിന് ബെഡിലേക്ക് കിടത്തി. ഒന്ന് ചിനുങ്ങിക്കൊണ്ട് അവൾ തിരിഞ്ഞിടക്കുമ്പോൾ താഴെയുള്ള പുതപ്പൂടെ പുതച്ചു കൊടുത്തവൻ നേരെ ബാത്റൂമിലേക്ക് പോയി തിരിച്ചു വന്ന് മിഥുന്റെ അടുത്തേക്ക് നടന്നു. ബെഡ് നിറഞ്ഞിടപ്പുണ്ട് തെണ്ടി. നീ കിടക്കണം അങ്ങോട്ട്. പറച്ചിൽ അവന്റെ കൈയും കാലും ഒതുക്കി പാർത്തി അവിടെ കിടക്കുമ്പോൾ മയക്കത്തിലേതോ തെറി വിളിച്ച് അവൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. അവന്റെ ബാക്കിനിട്ടൊരു ചവിട്ടും കൊടുത്ത് ചെക്കനും നോട്ടം വീണ്ടും അപ്പുറത്തെ കട്ടിലേക്ക് പോയി. അവന് മറുവശം തിരിഞ്ഞെടുക്കുന്നവളെ കണ്ട് അവന്റെ മുഖമൊന്ന് വാടി. എന്നാലും അങ്ങോട്ട് നോക്കി എപ്പോഴോ അവന്റെ മിഴികളും അടഞ്ഞു പോയിരുന്നു. രാവിലെ ഒരു 11 മണിയായി കാണും. തലയിൽ കൈയമർത്തി പിടിച്ച് തിങ്കൾ എഴുന്നേൽക്കുന്ന നേരം അവിടെയുള്ള ചെയറിൽ ഫോൺ നോക്കിയിരിക്കുന്ന പാർട്ടിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി. തലക്കാകെ ഒരു മന്ദത. ഒരു 5 മിനിറ്റ് നേരം കണ്ണടച്ച് ഇന്നലെ എന്താണ് നടന്നതെന്ന് ആലോചിച്ചെടുക്കാൻ ശ്രമിച്ചു തിങ്കൾ. ആ ബാങ് ഓടിച്ച് റിക്ഷയിൽ കയറിയതുവരെ വ്യക്തമായി അവൾക്ക് ഓർമ്മയുണ്ട്. പാർത്ഥിവിനെയും ഇതിനെയും നോക്കി താൻ ചിരിച്ചോ? ആലോചിച്ചുകൊണ്ട് അവൾ കണ്ണെന്ന് ചിമ്മിയടച്ചോർന്ന് ചുറ്റും നോക്കുമ്പോഴാണ് തന്റെ മുറിയല്ലെന്ന് മനസ്സിലായത്. ആ നിമിഷം ഉള്ളിലൊരു ആന്തൽ കടന്നുപോയത് തിങ്കൾ അറിഞ്ഞു. പേടിക്കൊന്നും വേണ്ട, നമ്മുടെ മുറി തന്നെയാ. പാർട്ടിയുടെ ശബ്ദം. ഞെട്ടിപ്പിടഞ്ഞവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചെയറിലിരിക്കുന്നവനെ കണ്ട് പെണ്ണിന്റെ ശ്വാസം ഒന്ന് നേരെ വീണു. എന്നാലും സംശയത്തിൽ ആ നെറ്റിയൊന്ന് ചുളിഞ്ഞു. കണ്ണുകൾ കൂർത്തു. ദേ വെറുതെ നോക്കി പേടിപ്പിച്ചാലുണ്ടല്ലോ. സ്വയം മാറാണി തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളിയതാ, അല്ലാതെ ഞാൻ എടുത്തുകൊണ്ട് വന്നൊന്നല്ല. ഫോൺ അപ്പുറത്തുള്ള ടേബിൾ വെച്ച് എഴുന്നേറ്റാൻ പറയുമ്പോൾ മിഴിഞ്ഞു പോയിട്ടുണ്ട് തിങ്കളിന്റെ കണ്ണുകൾ. പാർത്തി അവളെ നോക്കി ചുണ്ടടിച്ചു പിടിച്ചവൻ ചിരിച്ചു. വിശ്വാസം വരുന്നില്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ആ കുടിക്കേണ്ടെന്ന്. ദേ ഒരുത്തൻ കിടക്കുന്ന നോക്ക്. ഇന്നലെ വന്നിട്ട് ഫുഡ് കഴിച്ച് കിടക്കുന്ന കിടപ്പാ. ഇപ്പൊ സമയം 11:05. ഇപ്പോഴും അല്ല അനക്കൊണ്ടോ നോക്കിയേ. നീയും അതുപോലെ തന്നെയായിരുന്നു. ഇപ്പോഴെങ്കിലും എഴുന്നേറ്റ് ഭാഗ്യം. അപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന മിഥുവിനെ ചൂണ്ടി പാർത്തി കാണിച്ചു കൊടുത്തു. ബെഡിൽ ഓടാൻ പോകും പോലെ കിടക്കുന്നവനെ നോക്കി ചെറിയൊരു ചമ്മലോടെ തിങ്കൾ മുഖം കുനിച്ചു. ആ ചമ്മിയ മുഖം ഒന്ന് കാണാൻ പാർത്തി ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും പുതച്ചിരുന്ന പുതപ്പ് മാറ്റി ഉടുത്തിരുന്ന സാരി മര്യാദക്ക് പിടിച്ചിട്ട് മുടി വാരിക്കെട്ട് എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു തിങ്കൾ. വല്ല തൈരമോരോ പറയണോ? കേട്ട് മുഴുവനായിട്ട് അങ്ങ് ഇറങ്ങിപ്പോവാൻ. മുറിക്ക് പുറത്തേക്ക് നടക്കുന്നവളെ നോക്കി പാർത്തി വിളിച്ചു ചോദിക്കുമ്പോൾ ഉള്ളിലെ ചമ്മൽ അടക്കി പിടിച്ചു പെണ്ണ് തിരിഞ്ഞു നോക്കി. താങ്ക്സ്. പതിഞ്ഞവളുടെ ശബ്ദം. എന്തിനാ? എന്റെ ബെഡ് എന്നതിനോ? അതിന് മറുപടി അവൾ പറഞ്ഞില്ല. തിരിഞ്ഞു വാതിലും തുറന്നടച്ചവൾ പോയതും പാർത്തി കമിഴി നടിച്ച് അവൾ കിടന്ന ബെഡിലേക്ക് വീണു കഴിഞ്ഞിരുന്നു. സ്വന്തം മുറിയിലേക്ക് കയറി വാതിലടച്ചു കഴിഞ്ഞ് തിങ്കളാകെ വല്ലാതായി പോയി. അതവിടെ കിടന്ന് ബോധമില്ലാതെ ഉറങ്ങിപ്പോയതിന്റെ വല്ലായ്മയാണ്, അല്ലാതെ വേറൊന്നും പെണ്ണിന് ഓർമ്മയില്ലല്ലോ. ഇന്നലെ കുടിച്ച ഇത്രയും പെശക സാധനമായിരുന്നെന്ന് ആൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാശിയെക്കുറിച്ച് കുറെ വീഡിയോകളൊക്കെ കണ്ടെങ്കിലും ഈ ബാങ്കിന്റെ കാര്യമൊന്നും തിങ്കൾ കണ്ടിരുന്നില്ല. കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ പണിക്കവൾ നിൽക്കുകയില്ലായിരുന്നു. എന്തായാലും പാർട്ടി അത് കുടിക്കാതിരുന്ന ഭാഗ്യമായി. അവനും കൂടെ കുടിച്ചിരുന്നെങ്കിൽ മൂന്നിനും ബോധമില്ലാതെ എന്ത് ചെയ്തേനെ? അതിനെക്കുറിച്ച് ചിന്തിക്കാനോ വയ്യാതെ പെട്ടെന്ന് കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് തിങ്കൾ ബാത്റൂമിലേക്ക് കയറിപ്പോയിരുന്നു. കുളി കഴിഞ്ഞ് പെട്ടെന്ന് അവൾ ഇറങ്ങുമ്പോൾ വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യായിരുന്നു. ഇന്നലെ എപ്പോഴോ കഴിച്ചതാണ് ഫുഡ്. അന്നേരം തന്നെയാണ് വാതിലൊരു മുട്ട്. നേരെ ചെന്ന് തിങ്കൾ തുറന്നു നോക്കുമ്പോൾ അവിടുത്തെ റൂം ബോയിയാണ്. ഭക്ഷണം കൊണ്ടുവന്നാണ് അവൻ. നെക്സ്റ്റ് റൂമിലെ സാറ് വിളിച്ച് പറഞ്ഞാണെന്ന് പറഞ്ഞ് ആ ചെക്കൻ നിൽക്കുമ്പോൾ അകത്തേക്ക് കയറാനായി വഴിമാറിക്കൊടുത്തു തിങ്കൾ. ഭക്ഷണം അവിടെ വെച്ച് അവൻ തിരിച്ചുപോയി.
വാതിലടച്ചുകൊണ്ട് ഭക്ഷണത്തിനടുത്തേക്ക് നടക്കുമ്പോൾ ആ നിമിഷങ്ങളുടെ ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരി പാർത്തിക്ക് വേണ്ടിയുള്ളതായിരുന്നു. രാത്രി 9:15 റിട്ടേൺ ട്രെയിൻ. എടുത്തു വയ്ക്കാനുള്ള സാധനങ്ങൾ ഒരുവിധമൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് കാശിയുടെ ഗല്ലിയിലേക്ക് ഒന്നുകൂടെ ഇറങ്ങി പാർത്തിയും മിഥുനും തിങ്കളും ആ ഇടുങ്ങിയ വഴികളിലൂടെ ഇരുവശത്തും പണിതൊരുത്ത പഴയ കെട്ടിടങ്ങളുടെ ഭംഗി ആസ്വദിച്ചൊരു നടത്തും. മിഥുൻ ഉച്ചയായപ്പോഴാണ് ഉറക്കം എഴുന്നേറ്റത്. അതുകൊണ്ട് ഉച്ചയിലെ ലഞ്ച് കഴിഞ്ഞാണ് അവർ ഇറങ്ങിയത്. തിങ്കളിനെ പോലെ തന്നെ ആ റിക്ഷയിൽ കയറി കുറച്ചു നേരത്തെ ഓർമ്മ മാത്രമേ അവനുള്ളൂ. പിന്നെന്താണ് ഉണ്ടായേ? പാർത്തിയോട് പിന്നെയും ചോദിച്ചവൻ. ഒന്നും ഉണ്ടായില്ല, നീ അവളെയും വലിച്ച് നമ്മുടെ റൂമിലേക്ക് വന്ന് രണ്ടും മൂക്കുമുട്ടത്തിൽ നിന്ന് കിടന്നുറങ്ങി. പാർത്തി തിങ്കളിന് കൊടുത്ത മറുപടി തന്നെ അവനും കൊടുത്തു. മിഥുൻ തിങ്കളിനെ നോക്കിയപ്പോൾ പെണ്ണവനെ കടിച്ചു കീറുമ്പോൾ ഒരു നോട്ടം നോക്കി. കുടിക്കടി എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച അവനാണല്ലോ. എന്നാലും വഴക്കിട്ടൊന്നുമില്ല തിങ്കൾ. അവൻ വായിൽ കൊണ്ടുവച്ച് നിർബന്ധിച്ച് കുടിപ്പിച്ചൊന്നുമില്ലല്ലോ. അവന്റെ പ്രലോഭനത്തിൽ സ്വയം പോയി ചാടിക്കൊടുത്ത് കുടിച്ചതാണ്. അപ്പൊ പിന്നെ മുഴുവൻ കുറ്റവും അവന്റെ തലയിലിട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കഴിഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ അങ്ങ് മറന്നു കളഞ്ഞു. കാശിയിലെ ഇനി ബാക്കിയുള്ള ഏതാനും മണിക്കൂറുകൾ ആസ്വദിക്കുന്ന തിരക്കിലാണ് അവരിപ്പോൾ. അതിനൊപ്പം നാട്ടിലേക്ക് കൊണ്ടുപോകാനായി കുറച്ച് സാധനങ്ങൾ വാങ്ങുകൂടി ചെയ്യുന്നുണ്ട്. ഡാർക്ക് ബ്ലൂ കളറിൽ ജോമെട്രിക് പ്രിന്റ് വരുന്നൊരു ഐലൈൻ മാക്സി സ്കേർട്ടും ഓഫ് വൈറ്റ് കളർ ക്രോപ്പ് ടോപ്പുമാണ് തിങ്കൾ ധരിച്ചിരിക്കുന്നത്. മുടി മുഴുവൻ എടുത്ത് മെസ്സി ബൺ സ്റ്റൈലിൽ വാരിക്കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് പെണ്ണിന്റെ കാതിൽ കിടക്കുന്ന വൈറ്റ് മെറ്റൽ ജുംക്കയുടെ താളം ആള് മാത്രം നോക്കി നടക്കുന്നവന്റെ ഹൃദയത്തിൽ അറിയുന്നുണ്ട്. ഈയിടേക്ക് യാത്ര തിരിക്കും മുതൽ തിങ്കളിന്റെ വേഷത്തിലെയും അതിനനുസരിച്ചുള്ള അവിടെ ഒരുക്കങ്ങളിലെയും പുതുമ പാർത്തി ഇന്നലെയും ശ്രദ്ധിക്കാൻ തുടങ്ങിയൊന്നുമില്ല. എന്ന് കരുതി എല്ലാ പെണ്ണുങ്ങളെയും ഒന്ന് ശ്രദ്ധിച്ച് നടക്കുന്നവനല്ല അവൻ. പക്ഷേ ഈ മുന്നിൽ നടക്കുന്നവളെയല്ലാതെ ഇനി അവൻ വേറെ ആര് ശ്രദ്ധിക്കാൻ? ഫ്ലാനൽ വൈറ്റ് പോർട്രേറ്റ് ഓവർ സൈസ് ഷർട്ടും ബാഗി പാൻസുമാണ് പാർത്തിയുടെ വേഷം. മിഥുൻ ഗ്രീൻ ലീഫ് ഫ്ലോറൽ ഓവർ സൈസ് ഷർട്ടും ജോഗറുമാണ് വേഷം. ഇത്ര ദിവസം വരെ ഇവർ കാശിൽ ഇത്തരം കോരങ്ങളായിരുന്നു. തണുപ്പെങ്ങാനും കൂടി അതിനുമേലൊരു ജാക്കറ്റ് എടുത്തിടും, അത്ര തന്നെ. വാങ്ങിയിടെല്ലാം വാങ്ങി 3 പേര് ഈ പുണ്യഭൂമിയിൽ നിന്ന് വിട പറയാൻ തയ്യാറായി കഴിഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.